ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മാവേലിക്കര ജയിലിന് മുന്നിൽ BJP യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ഉച്ചയ്ക്ക് മുമ്പ് രാഹുലുമായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോയി പോലീസ് സംഘം വൈദ്യപരിശോധന പൂർത്തിയാക്കി. ആശുപത്രിയിൽ പ്രതിഷേധക്കാരും ഉണ്ടായിരുന്നില്ല. വൈദ്യപരിശോധനയ്ക്ക് കയറും മുമ്പ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും രാഹുൽ പതിവ് മൗനം തുടർന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉച്ചയോടെയാണ് പോലീസ് സംഘം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ടയിൽ നിന്നും മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തിച്ച രാഹുലിന് നേരെ BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാഹുലുമായി എത്തിയ പോലീസ് വാഹനത്തിന് നേരെ ചീമുട്ടയേറ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് SIT നീക്കം. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടുപിടിക്കേണ്ടത് നിർണായകമെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.